Namaskaram. Today we are discussing section 478 of the Bharatiya Nagarik Suraksha Sanhita 2023. In the Criminal Procedure Code 1973, this was in section 436. In what cases bail to be taken? ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദി എക്സെപ്ഷൻ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല കേസുകളിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് തുടരാം. സബ്സെക്ഷൻ 1. Subsection 1. When any person other than a person accused of a non-bailable offence is arrested or detained without warrant by an officer in charge of a police station, or appears or is brought before a court and is prepared at any time while in the custody of such officer or at any stage of the proceeding before such court to give bail, such person shall be released on bail. ഇതിൻ്റെ മലയാളം ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. നമുക്ക് പ്രൊവൈസോ ഉണ്ട്, അവിടേക്ക് നീങ്ങാം. Provided that such officer or the court, if he or it thinks fit, may and shall, if such person is indigent and is unable to furnish surety, instead of taking bail bond from such person, discharge him on executing a bond for his appearance as hereinafter provided. ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതുകൂടി വായിച്ചു നോക്കുക. Where a person is unable to give bail bond within a week of the date of his arrest, it shall be a sufficient ground for the officer or the court to presume that he is an indigent person for the purposes of this proviso. Provided further that nothing in this section shall be deemed to affect the provisions of subsection 3 of section 135. അത് നമ്മൾ വഴിയെ പഠിക്കും. That is inquiry as to the truth of information or section 492, cancellation of bail bond. Subsection 2. Notwithstanding anything in subsection 1 where a person has failed to comply with the conditions of the bond or bail bond as regards the time and place of attendance, the court may refuse to release him on bail when on a subsequent occasion in the same case he appears before the court or is brought in custody, and any such refusal shall be without prejudice to the provisions of the court to call upon any person bound by such bond or bail bond to the penalty thereof under section 491, that is procedure when bond has been forfeited. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. Bail is the rule and jail is the exception. ഈ പ്രിൻസിപ്പിൾ ക്രിമിനൽ ലോയിലെ ഒരു ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾ തന്നെയാണ്. ബെയിൽ ഈസ് ദി റൂൾ ആൻഡ് ജയിൽ ഈസ് ദി എക്സെപ്ഷൻ. നമുക്കിതിൻ്റെ മലയാളം ഒന്ന് കേട്ടു നോക്കാം. മലയാളം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏത് സംഗതികളിൽ ജാമ്യം വാങ്ങണമെന്ന് സബ്സെക്ഷൻ 1 അതിൻ്റെ മലയാളം ഒന്ന് പറയാൻ ശ്രമിക്കാം. ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്ത
ഒഫൻസിനെ. കുറ്റാരോപണം ചെയ്യപ്പെട്ട ആളല്ലാത്ത ഏതെങ്കിലും ആൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനാൽ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ഡീറ്റെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ കോർട്ട് മുമ്പാകെ ഹാജരാവുകയോ കൊണ്ടുവരപ്പെടുകയോ ചെയ്യുകയും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ്റെ കസ്റ്റഡിയിൽ ആയിരിക്കുന്ന ഏതെങ്കിലും സമയത്തോ അങ്ങനെയുള്ള കോടതി മുമ്പാകെയുള്ള പ്രൊസീഡിങ് നടപടികളുടെ ഏതെങ്കിലും സ്റ്റേജിലോ ജാമ്യം നൽകാൻ തയ്യാറായിരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആൾ ജാമ്യത്തിൽ മോചിപ്പിക്കപ്പെടേണ്ടതാണ്, അല്ലേ? മോചിപ്പിക്കപ്പെടേണ്ടതാകുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡഡ്, അല്ലേ? എന്നാൽ അങ്ങനെയുള്ള ഓഫീസറോ കോടതിക്കോ യുക്തമെന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളിൽ നിന്ന് അയാൾ ഇതിനുശേഷം വ്യവസ്ഥ ചെയ്യുന്ന പോലെ താൻ ഹാജരാകുന്നതിന് ജാമ്യക്കാരോടുകൂടിയില്ലാത്തതായ ജാമ്യച്ചീട്ട് ഒപ്പിട്ട് പൂർത്തീകരിക്കുന്നതിന്മേൽ അയാളെ ഡിസ്ചാർജ് ചെയ്യാവുന്നതും അപ്രകാരമുള്ള ആൾ നിർധനനും ജാമ്യം നൽകാൻ കഴിവില്ലാത്തവനുമായിരിക്കുന്ന പക്ഷം ജാമ്യം വാങ്ങുന്നതിന് പകരം അയാളെ ഡിസ്ചാർജ് ചെയ്യേണ്ടതുമാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ഒരാൾക്ക് തൻ്റെ അറസ്റ്റിൻ്റെ തീയതി മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ജാമ്യം നൽകാൻ കഴിയാത്ത പക്ഷം അത് ഈ വ്യവസ്ഥയുടെ ആവശ്യത്തിലേക്ക് അയാൾ ഒരു ഇൻഡിജൻ്റ്, അതായത് നിർധനനാണെന്ന് ആ ഓഫീസർക്കോ കോർട്ടിനോ പ്രിസ്യൂം ചെയ്യാം, അല്ലേ? അനുമാനിക്കുന്നതിനുള്ള മതിയായ ഒരു കാരണം ആയിരിക്കുന്നതാണ് എന്നുകൂടി നിങ്ങൾ ഓർക്കുക. പ്രൊവൈഡഡ് further that nothing in this section shall be deemed to affect the provisions of subsection 3 of section 135 inquiry as to the truth of information or section 492, that is cancellation of bail bond. എന്ന് മാത്രമല്ല ഈ വകുപ്പിലെ യാതൊന്നും തന്നെ സെക്ഷൻ 135 ഉപവകുപ്പ് 3, അതുപോലെ സെക്ഷൻ 492 ആ വകുപ്പുകളിലെ വ്യവസ്ഥകളെ ബാധിക്കുന്നതായി കരുതപ്പെടാൻ പാടില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കേണ്ടതാണ്. സബ്സെക്ഷൻ 2 ഒന്ന് നോക്കൂ. Notwithstanding anything in subsection 1 where a person has failed to comply with the conditions of the bond or bail bond as regards the time and place of attendance, the court may refuse to release him on bail when on a subsequent occasion in the same case he appears before the court or is brought in custody, and any such refusal shall be without prejudice to the provisions of the court to call upon any person bound by such bond or bail bond to the penalty thereof under section 491, that is procedure when bond has been forfeited. ഒന്നാം സബ്സെക്ഷനിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും ഹാജരാകുന്നതിനുള്ള സമയവും സ്ഥലവും സംബന്ധിച്ച് ജാമ്യച്ചീട്ടിലെ വ്യവസ്ഥകൾ ഒരാൾ അനുസരിക്കാതിരുന്നിട്ടുള്ള കാര്യത്തിൽ അങ്ങനെ വരുമ്പോൾ അതേ കേസിൽ പിന്നീട് ഒരു അവസരത്തിൽ അയാൾ കോർട്ട് മുമ്പാകെ ഹാജരാകുകയോ കസ്റ്റഡിയിൽ കൊണ്ടുവരപ്പെടുകയോ ചെയ്യുമ്പോൾ കോർട്ടിന് അയാളെ ജാമ്യത്തിൽ മോചിപ്പിക്കാൻ വിസമ്മതിക്കാവുന്നതും വെരി ഇമ്പോർട്ടൻ്റ്. അങ്ങനെയുള്ള ഏതെങ്കിലും വിസമ്മതിക്കൽ, അങ്ങനെയുള്ള ജാമ്യച്ചീട്ടിനാൽ ബദ്ധനായ ഏതെങ്കിലും ആളോട് അതിലെ പെനാൽറ്റി കൊടുക്കാൻ ആവശ്യപ്പെടാനുള്ള 491 വകുപ്പിന് കീഴിലുള്ള കോടതിയുടെ അധികാരങ്ങൾക്ക് ഭംഗം വരാത്ത വിധത്തിൽ ആയിരിക്കുന്നതുമാണ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവസാനമായി ഞാൻ വീണ്ടും പറയുകയാണ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിചാരണ നീണ്ടുപോകുന്ന പല കേസുകളിലും ഇങ്ങനെ പറയുന്നുണ്ട്, ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ. വീണ്ടും വേറൊരു സെക്ഷനായി നമുക്ക് കാണാം. നമസ്കാരം, നന്ദി.